വളരെയധികം സ്വാദിഷ്ടമായ ഒരു ഷേരി ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഷേരി ഫിഷ്, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഒരു കഷ്ണം ചെറുനാരങ്ങ. ഇത്രയും സാധനങ്ങളാണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി 3 സ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തത്. ഇത് 3 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അതേപോലെ 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ, ഒരു പ്രത്യേക ടേസ്റ്റിനായി ഫിഷ് മസാല കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഈ ഒരു അര ചെറുനാരങ്ങ ഇതിലോട്ടേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഒരു പ്രത്യേക പുളിപ്പൊക്കെ കിട്ടാനാണ് ഈ ചെറുനാരങ്ങ ഇതിനോടൊപ്പം ചേർക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തെടുത്ത് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനിലോട്ട് ഈ മസാല ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. ഏത് ഫിഷ് വെച്ചും നമുക്ക് ഈ ഒരു മസാല കൂട്ടുകൊണ്ട് ഫിഷ് ഫ്രൈ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് മുൻപ് വേറെ 2 ഫിഷ് ഫ്രൈ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഷേരി ഫിഷ് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചട്ടിയിലോട്ടേക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ടേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുക്കും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൊടുക്കുന്നതാണ് കറിവേപ്പില ഇട്ടാൽ.
രണ്ട് സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഈ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.